ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ശ്രീരാമസ്വാമിയുടെ ഒരു കഥയാണ്. അതായത് ശ്രീരാമസ്വാമിയുടെ ശ്രീരാമായണത്തിൽ നിന്നെടുത്ത ഒരു കഥയാണ്. അതായത് ശ്രീരാമസ്വാമി ജനിക്കാനും അതുപോലെ സീതാദേവി വിവാഹം കഴിക്കാനുള്ള കാരണങ്ങളും അതുപോലെ അഹല്യമോക്ഷവും ഒക്കെയാണ് ഈ ഭാഗത്തിൽ വരുന്നത്. ഇതാര് കേട്ടില്ല, അത് അവർ ആർക്ക് തന്നെയാണെങ്കിലും അത് അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ഭാഗം. അതുപോലെ അഹല്യമോക്ഷം, ആ ഒരു ഭാഗം, അതായത് അഹല്യാദേവിക്ക് ശ്രീരാമസ്വാമി മോക്ഷം കൊടുക്കുന്ന ആ ഭാഗം നമ്മളെന്നും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവ്വവിധ ടെൻഷൻസും അതുപോലെ തന്നെ നമുക്ക് മുൻ ജന്മത്തിലായാലും ഈ ജന്മത്തിലായാലും വല്ല ശാപങ്ങളോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശാപദോഷങ്ങളൊക്കെ മാറി നമുക്ക് ഭഗവാനിൽ ലയിച്ചു ചേരുന്നതിനും സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിനും അതുപോലെ ജീവിത കാലഘട്ടം കഴിഞ്ഞു ഒടുവിൽ ഭഗവാനിൽ ലയിച്ചു ചേരാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനും പുത്രലാഭം ഉണ്ടാകാനും ഒക്കെ ഈ ഭാഗത്തെ കഥകൾ കേൾക്കുന്നത് മൂലവും അതുപോലെ അഹല്യാസ്തുതി കേൾക്കുന്നത് മൂലവും ഒക്കെ നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. അപ്പം ശ്രീരാമസ്വാമി എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെയും കൗസല്യയുടെയും പുത്രനായിട്ട് അയോധ്യയിലാണ് ഭഗവാൻ ജനിക്കുന്നത്. അതായത് ദശരഥ മഹാരാജാവിന് കുറേ നാൾ മക്കളില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നീട് ആദ്യം കൗസല്യാദേവി വിവാഹം കഴിക്കും. അതിനുശേഷം മക്കളില്ലാത്തത് കാരണം പിന്നെ കൈകേയിയും വിവാഹം കഴിക്കും. അതിലും കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ വിഷമിച്ച് സുമിത്രാദേവിയെ പിന്നെ വിവാഹം കഴിക്കും. അപ്പോൾ ഈ 3 പേരെ വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പം സന്താന ഭാഗ്യം ഇല്ലാത്തത് കാരണം അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു. ഒടുവിൽ അവർ ഒരു യാഗം നടത്തും, പുത്രകാമേഷ്ടി യാഗം നടത്തും. അപ്പോൾ ആ യാഗഫലമായി യാഗാഗ്നിയിൽ നിന്ന് അതായത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ഇവർക്കൊരു പായസം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് കഴിക്കുന്നത് മൂലം ഇവർക്ക് 3 പേർക്കും കുഞ്ഞുങ്ങൾ ജനിക്കും. അപ്പം ആദ്യം തന്നെ നമ്മുടെ കൗസല്യാദേവിയാണ് കഴിക്കുന്നത്. അതിനുശേഷം കൈകേയി മാതാവാണ് കഴിക്കുന്നത്. അതിനുശേഷമാണ് ഇവർ 2 പേരും കൂടെ അല്പാൽപ്പം നമ്മൾ സുമിത്രയ്ക്ക് പായസം കൊടുക്കുകയും അങ്ങനെ 4 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കൗസല്യാദേവിക്ക് ജനിക്കുന്ന കുഞ്ഞാണ് ശ്രീരാമസ്വാമി. കൈകേയിക്ക് പുത്രനായിട്ട് ജനിക്കുന്നത് ഭരതനും അതുപോലെ സുമിത്രയ്ക്ക് 2 പുത്രന്മാർ ജനിക്കുന്നുണ്ട്. ഒന്ന് ശത്രുഘ്നനും ഒന്ന് ലക്ഷ്മണസ്വാമിയുമാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് യൗവനാവസ്ഥയിലെത്തി. അവർ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ വിശ്വാമിത്ര മഹർഷി ഇവരുടെ കൊട്ടാരത്തിൽ വരികയാണ്. അപ്പോൾ കൊട്ടാരത്തിൽ വന്ന് രാജാവിനോട് ഒരു പരാതി പോലെ പറയുകയാണ്. അതായത് ഞാനിവിടെ വലിയ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് പൂജയ്ക്ക് വിഘ്നമായിട്ട് താടക എന്ന് പറയുന്ന ഒരു രാക്ഷസി എന്നെ എപ്പോഴും എൻ്റെ പൂജയ്ക്ക് തടസ്സം ഉണ്ടാക്കുകയാണ്. ഞങ്ങളിപ്പം അതായത് യജ്ഞമൊക്കെ നടത്തുകയാണെങ്കിൽ അതിനകത്ത് കൊണ്ടുവന്ന് അതായത് മാംസ കഷ്ണങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് എന്ന് പറയും. താടകയും അവരുടെ മക്കളും ഒക്കെ ചേർന്നെന്ന് പറയും. അങ്ങനെ എനിക്ക് ഈ പൂജ ഭംഗിയായിട്ട് നടത്തണമെങ്കിൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സഹായം വേണം. അതുകൊണ്ട് എന്നെ സഹായിക്കാനായി ഇവരെ എൻ്റെ കൂടെ വനത്തിൽ അയക്കണമെന്ന് പറയും. അപ്പം മഹാരാജാവിനാണെങ്കിൽ പുത്രസ്നേഹമെന്ന് വെച്ചാൽ അത്ര സ്നേഹമാണ്. പുത്രനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും അദ്ദേഹം ഇരിക്കില്ല. അപ്പം അങ്ങനെ വളരെ ദുഃഖിച്ച് അദ്ദേഹം പറയും ഒരിക്കലും ശ്രീരാമസ്വാമിയെ അയക്കത്തില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം നമ്മുടെ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനെയും കൂടെ വിശ്വാമിത്രൻ്റെ കൂടെ വനത്തിൽ അയക്കുകയാണ്. അങ്ങനെ വനത്തിൽ പോകുന്ന വഴിയിൽ ഇതുപോലെ തന്നെ താടക വരികയും താടകയായിട്ട് വലിയൊരു യുദ്ധം ഉണ്ടാവുകയും താടകയെ ഭഗവാൻ വധിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നെയും അവർ വനത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ ഒരാശ്രമം ദൂരെ നിന്നേ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പം തന്നെ അവിടെ ആ ഭാഗം കാണുമ്പം തന്നെ ഒരു മൂകത ഇങ്ങനെ അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ഒരു ശാപ അന്തരീക്ഷം അവിടെ അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ കൊണ്ടിരുന്നപ്പോൾ വിശ്വാമിത്ര മഹർഷി ഈ ആശ്രമത്തിൻ്റെ അങ്ങോട്ട് ഇവരെ കൊണ്ടുവരും. അതായത് ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും
അപ്പോൾ അവിടെ ഒരു ശിലയിൽ ഭഗവാന്റെ കാലങ്ങനെ സ്പർശിക്കും. അങ്ങനെ കാല് പതിച്ച് ആ ശില പെട്ടെന്ന് തന്നെ അതിസുന്ദരിയായ ഒരു ശ്രീരൂപമായിട്ട് മാറുകയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, അത് അഹല്യാദേവിയായിരുന്നു. അപ്പോൾ അഹല്യാദേവിക്കൊരു ശാപം കിട്ടിയിരുന്നു. അതായത് ശാപം കിട്ടാൻ കാരണം അഹല്യാദേവി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അവർ സന്യാസിനിയാണെങ്കിലും ഒരു അപ്സരസ് പോലെ അതുപോലെ സൗന്ദര്യവതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ദ്രൻ പോലും ആഗ്രഹിച്ചതാണ് അവർ വിവാഹം കഴിക്കാനായിട്ട്. പക്ഷേ അന്ന് അവർ എന്തോ കാരണത്താൽ വിവാഹം കഴിച്ചില്ല. പക്ഷേ ഗൗതമ മുനിയാണ് നമ്മുടെ അഹല്യാദേവി വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര ശിവഭക്തരാണ്. അങ്ങനെ ഇരിക്കെ ഗൗതമ മുനി ഒരു വലിയ ഒരു യജ്ഞം, ഒരു തപസ് ചെയ്യുകയാണ്. അപ്പോൾ ആ തപസ്സിൻ്റെ ഫലമായിട്ട് ഈ ഇന്ദ്രനെ തന്നെ സിംഹാസനം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു ഭയം ഉള്ളിൽ ഇന്ദ്രൻ ഉണ്ടാവുകയും ആ മുനിയുടെ തപസ് ഭംഗപ്പെടുത്താനായിട്ട് ഇന്ദ്രൻ തീരുമാനിക്കുകയാണ്. അതിന് സ്വന്തം ഭാര്യയെ തന്നെ അയാൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഭാര്യയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ഈ മുനിയുടെ തപസ് മുടക്കി ഈ ഭാര്യയായിട്ട് പ്രശ്നമായി കഴിഞ്ഞാൽ മുനിയുടെ തപസ് മുടങ്ങും. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഇന്ദ്രൻ ഈ അഹല്യയും ഗൗതമനെയും തങ്ങളിൽ പിരിക്കാനുള്ള ജോലി നോക്കുകയാണ്. അതായത് ഈ ഇന്ദ്രൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, ദേവനാണെങ്കിലും കുറേ, അതായത് ഇന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു ഇതാണ്. അപ്പോൾ ദേവരാജനാണ്. അപ്പം ദേവരാജനായ ഇന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ രൂപം മാറാനും ഒക്കെ പെട്ടെന്ന് പറ്റുന്നതാണ്. അപ്പോൾ അദ്ദേഹം വളരെ, അതായത് പ്രഭാതത്തിൽ മുനിമാരൊക്കെ സ്നാനകർമ്മങ്ങളൊക്കെ നടത്തുമല്ലോ, നടത്തിയതിന് ശേഷമാണല്ലോ പൂജയും കാര്യങ്ങളൊക്കെ. 3 മണിയൊക്കെ ആകുമ്പോഴേ അവർ എഴുന്നേൽക്കും, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ. പക്ഷേ ഇന്ദ്രൻ ആ ദിവസം, അതായത് ഈ അഹല്യാദേവിക്ക് ശാപം കൊടുക്കുന്ന ആ ദിവസം ഒരു 12-1 മണി ആ സമയമൊക്കെ ആയപ്പോഴേ കോഴി കൂവുന്ന സൗണ്ടിൽ, അത് കോഴിയുടെ സൗണ്ടിൽ ഇന്ദ്രൻ കൂവി. അപ്പം മുനി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നോക്കപ്പം ശരിയായി രാവിലെ പ്രഭാതം ആയോണം, അതായത് 3 മണിയായി കാണും എന്നത് പണ്ടൊക്കെ ഉള്ളവർ കോഴി കൂവുന്നതാണ് കണക്കാക്കുന്നത്. അപ്പോൾ കോഴി കൂവി കാരണം പ്രഭാതമായെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതമ മഹർഷി എന്ത് ചെയ്തു, സ്നാനമൊക്കെ കഴിക്കാനായിട്ട് അങ്ങ് പോകും. ഗൗതമൻ്റെ രൂപത്തിൽ നമ്മുടെ ഇന്ദ്രൻ വന്ന് ദേവിയെ സ്പർശിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയം ഗൗതമ മുനി അവിടെ ചെന്ന് സ്നാനമൊക്കെ ചെയ്തപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, എന്തോ ഒരു ചതുവ് പറ്റിയിട്ടുണ്ടല്ലോ എന്ന്. അദ്ദേഹം സ്നാനമൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആശ്രമത്തിൽ വരും. ആശ്രമത്തിൽ വരുമ്പോൾ തൻ്റെ രൂപത്തിൽ മറ്റൊരാൾ ദേവിയുടെ അടുത്ത് കാണപ്പെട്ടു. ദേവി ആ നിമിഷം തന്നെ ഇന്ദ്രനെയും ശപിച്ചു, ദേവിയെയും ശപിച്ചു. അപ്പോൾ അങ്ങനെ ദേവി നിസ്സഹായാണ്, ഒന്നും അറിയുന്നില്ല. ദേവിക്ക് അങ്ങനെ ശാപം കിട്ടിയാണ്. അപ്പോൾ പറയും, നിനക്ക് ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെ പാദചരണം നീ ശിലയായി പോകട്ടെ എന്നാണ് ശപിച്ചത്. അപ്പോൾ നിൻ്റെ ശിലയിൽ ശ്രീരാമസ്വാമിയുടെ പാദം സ്പർശിക്കുന്നതോടെ നിൻ്റെ ശാപമെല്ലാം നിന്നിൽ നിന്ന് പോയി നിനക്ക് സർവ്വ സൗഭാഗ്യങ്ങളുണ്ടാവും എന്ന് പറയും. അതായത് പിന്നെയും നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാനും പറ്റും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ദേവിക്ക് ശാപം കിട്ടിയത്. ഇപ്പോൾ ശാപമോക്ഷമാണ്. അപ്പോൾ ശാപമോക്ഷം കിട്ടിയ ദേവി അതീവ സന്തുഷ്ടയാവുകയാണ്. ഒപ്പം തന്നെ ഗൗതമനും അവിടെ എത്തിച്ചേരുകയാണ് ദേവിയെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഭഗവാനെ അങ്ങനെ ദേവി സ്തുതിക്കുന്ന ആ ഭാഗമാണ് അഹല്യാമോക്ഷം എന്ന് പറയുന്നത്. അഹല്യാമോക്ഷമല്ല, അഹല്യാസ്തുതി. അപ്പോൾ ഇത് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി. ഇപ്പോൾ ദേവിക്ക് വന്ന ആ ദാമ്പത്യ ക്ലേശങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള പ്രശ്നത്തിൽപ്പെട്ട് ഉലയുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ജന്മത്തിലും മുൻജന്മത്തിലും നമുക്ക് കിട്ടിയ ശാപങ്ങളൊക്കെ മാറി നമുക്ക് ഭഗവത് സായുജ്യവും ഭഗവാനിൽ ലയിച്ചു ചേരാനും അതുപോലെ സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താനലബ്ധിക്കും ഒക്കെ ഈ ഭാഗം നമ്മൾ വായിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഒക്കുമെങ്കിൽ ഇത് ഈ ഭാഗം വായിക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നീട് ജനകൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് അവിടുത്തെ
അവിടെ സീതാദേവിയുടെ മംഗല്യം നടക്കുകയാണ്. അപ്പോൾ അതിൽ ശ്രീരാമസ്വാമി ത്രയംബകം വില്ലൊടിക്കുകയും അങ്ങനെ വിവാഹം നടക്കുന്നതും ഒക്കെയാണ്. വിവാഹം കഴിച്ച് പിന്നീട് അയോധ്യയിൽ തിരിച്ചു വരുന്നതാണ് ഭാഗം നമ്മളിന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ കഥയൊന്ന് കേൾക്കണം. അപ്പം അങ്ങനെ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം എടുത്തു വെച്ച് വായിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പം എല്ലാവരെയും ശ്രീരാമസ്വാമി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.